നാം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിച്ചു കൊള്ളുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് നമുക്ക് മത്തായി 6:27 ശ്രദ്ധയെ തിരിക്കാം. മത്തായി 6:27. വിചാരപ്പെടുന്നതിനാല് തന്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? 28. ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പിൻ. അത് അധ്വാനിക്കുന്നതുമില്ല, നൂൽക്കുന്നതുമില്ല. ഇവിടെ ദൈവം ചോദിക്കുന്നത്, വിചാരപ്പെടുന്നത് കൊണ്ട് തന്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? കർത്താവിടെ ചോദിക്കുന്ന, ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത്? നാളെ എന്തുടുക്കും, നാളെ എന്ത് ചെയ്യും എന്ന് അതിനെപ്പറ്റി വിചാരപ്പെടുന്നത് എന്തിനാണ്? നമ്മളുടെ ഒരു മനുഷ്യന്റെ ജീവിതം എടുത്തു നോക്കിയാല് കൂടിപ്പോയ ഒരു 80 വയസ്സ് വരെ ഒരു മനുഷ്യൻ ജീവിക്കും. ആ സമയം കൊണ്ട് തന്നെ അതിലൊരു 50% നമ്മൾ മനുഷ്യന്മാർ ഒരു കാര്യത്തിനെ പറ്റി വിചാരപ്പെടും. ഒരു കാര്യമല്ല, പല കാര്യത്തിനെ പറ്റി വിചാരപ്പെടും. ഇവിടെ കർത്താവ് വിചാരപ്പെടുന്നവരെ പറ്റി പറയുന്നത്, ഒരു മനുഷ്യന് വിചാരപ്പെടുമ്പോൾ അവനുണ്ടാകുന്ന അവസ്ഥ, അതിനെപ്പറ്റി പറയുന്നത് സഭാപ്രസംഗി 2:22 മുതൽ 23 വരെ കർത്താവ് അവിടെ പറയുന്നുണ്ട്. സഭാപ്രസംഗി 2:22 മുതൽ 23 വരെ. സൂര്യന് കീഴെ പ്രയത്നിക്കുന്ന സകല പ്രയത്നം കൊണ്ടും ഹൃദയ പരിശ്രമം കൊണ്ടും മനുഷ്യന് എന്ത് ഫലം? അവന്റെ നാളുകളൊക്കെയും ദുഃഖകരവും അവന്റെ കഷ്ടപ്പാട് വ്യസനകരവുമല്ലോ. രാത്രിയിലും അവന്റെ ഹൃദയത്തിന് സ്വസ്ഥതയില്ല, അതും മായയത്രേ. 24. തിന്നുകുടിച്ച് തന്റെ പ്രയത്നത്താല് സുഖം അനുഭവിക്കുന്നതല്ലാതെ മനുഷ്യന് മറ്റൊരു നന്മയുമില്ല, അതും ദൈവത്തിന്റെ കയ്യിൽ നിന്നുള്ളത് എന്ന് ഞാൻ കണ്ടു. അവിടെ സഭാപ്രസംഗി പറയുന്നത്, സഭാപ്രസംഗിയിലൂടെ കർത്താവ് പറയുന്നത്, ഒരുപാട് വിചാരപ്പെടുന്ന മനുഷ്യന്റെ അവസ്ഥയാണ് ഇവിടെ പറയുന്നത്. രാത്രി സമയം നമുക്ക് ദൈവം തന്നിരിക്കുന്നത് ഉറങ്ങാനാണല്ലോ. രാത്രി സമയത്ത് പോലും ഉറക്കമില്ലാതെ എന്തെങ്കിലും ഒരു സാധനം നേടണം എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് വിചാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്ത് കാര്യത്തിനും മത്സരമാണ്. സ്കൂളിൽ ചേരുമ്പം അവിടെയും മത്സരമാണ്. ആർക്ക് മാർക്ക് കിട്ടുന്നോ അവരാണ് ടോപ്പ് സ്റ്റുഡന്റ്. ആ മത്സരം. കോളേജിൽ ചെന്നാലും മത്സരം. ജോലി ഇടയിൽ ചെന്നാലും അവിടെയും മത്സരം. എല്ലാം മത്സരം എന്നുള്ള ഒരു മൈൻഡില് കാണുന്ന ഇടത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോ ആ ഒരു സമയത്ത് ദൈവം പറയുന്നത്, ഒരു കാര്യത്തിനെ പറ്റിയിട്ട് ഇന്നത് നേടണം, അത് നേടണം, ഇത് നേടണം. ആ ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു ചിന്ത വരും, ഞാനും ഇങ്ങനെ നിന്നേ പറ്റത്തുള്ളൂ, ഞാനും ഇങ്ങനെ നേടണം, ഇത് നേടണം, അത് നേടണം. അങ്ങനെ ഓട്ടോമാറ്റിക്കലി മനുഷ്യന്റെ മൈൻഡിൽ ആ ഒരു ചിന്ത വരും. അപ്പം അങ്ങനെയുള്ളവരുടെ അവസ്ഥയാണ് ദൈവം പറയുന്നത്. രാത്രിയിലും അവന്റെ ഹൃദയത്തിന് സ്വസ്ഥതയില്ല, അതും മായയത്രേ. ഒരു മനുഷ്യന്റെ നമ്മൾ എന്തിനാ അധ്വാനിക്കുന്നത്? സമയത്ത് ആഹാരത്തിന് വേണ്ടി, ബേസിക് ആയിട്ടുള്ള നീഡ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. ആഹാരം, വെള്ളം, വസ്ത്രം, വീട്, പിന്നുള്ളത് പേരൻസ് ആകുമ്പോൾ മക്കളെ പഠിപ്പിക്കുക. അങ്ങനത്തെ പല പല വെറീസിലോട്ട് പോകും. ഒരു മനുഷ്യന് ഓരോ സ്റ്റെപ്പിലും അവന്റെ വെറീസ് കൂടിക്കൂടിയേ വരുന്നുള്ളൂ, ഒന്നും കുറയുന്നില്ല. ഒരു മനുഷ്യന്റെ ജീവിതം എടുത്തു നോക്കിയാല് നമ്മളുടെ ഇവിടെ 24 പറയുന്നത്, തന്റെ തിന്നുകുടിച്ച് തന്റെ പ്രയത്നത്താൽ സുഖം അനുഭവിക്കുന്നതല്ലാതെ മനുഷ്യന് മറ്റൊരു നന്മയുമില്ല, അതും ദൈവത്തിന്റെ കയ്യിലുള്ളത് എന്ന് ഞാൻ കണ്ടു. ഒരു മനുഷ്യന്റെ ജീവിതം എടുത്ത് നോക്കിയാൽ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആവശ്യമുള്ള ഒരു നീഡാണ് സമയത്തും കാലത്തും ആഹാരം, വെള്ളം. മനുഷ്യന് ഏറ്റവും ആവശ്യകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതും ദൈവത്തിന്റെ കയ്യിലാണ്. ദൈവമാണ് അത് നിയന്ത്രിക്കുന്നത്, ദൈവമാണ് അത് തരുന്നത്. നമ്മള് ഈ ഒരു ലോകത്തിൽ എടുത്തു നോക്കിയാല് പലപ്പോഴും എല്ലാവരും നേടണം, അത് നേടണം, ഇത് നേടണം, ഇത് ചെയ്യണം, അത് ചെയ്യണം, അങ്ങനെ കുറെ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹങ്ങൾ കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ആൾക്കാരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തുണ്ടെങ്കിലും
ആൾക്കാർ വറി ചെയ്യും, മനുഷ്യന്മാര് വറി ചെയ്യും. അപ്പൊ ആ ഒരു സമയത്തും നമ്മളോട് ദൈവം ചോദിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ വറി ചെയ്യുന്നത്, എന്തിനാണ് ഇത്രയും വ്യാകുലപ്പെടുന്നത്, എന്തിനാണ്? അതിന്റെ ആവശ്യമില്ല. കാരണം നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു പദവിയാണ് ഈ ഒരു ലോകം ഫുള്ള് സൃഷ്ടിച്ച കർത്താവ് ദൈവം, നമ്മുടെ ദൈവമായിരിക്കുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് ദൈവം പറയുന്നത്, ആ സമയത്ത് നമ്മൾ ദൈവത്തിലല്ലേ ആശ്രയിക്കേണ്ടത്. ഒരു കാര്യം വന്നു, എന്തെങ്കിലും ഒരു ആവശ്യം വന്നു, ഇപ്പം സ്റ്റുഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ്, നമുക്ക് എക്സാമിന്റെ ടൈം വരുമ്പോൾ ഒബ്വിയസ്ലി എല്ലാവർക്കും നല്ല ടെൻഷൻ ആയിരിക്കും. നമുക്ക് സമയത്തിന് തീർത്തില്ലെങ്കിൽ ടെൻഷൻ വരും. ആ സമയത്ത് വിശപ്പ് കാണത്തില്ല, ഉറക്കം കാണത്തില്ല, അങ്ങനത്തെ പല പ്രശ്നങ്ങൾ നമുക്ക് ടെൻഷൻ കൊണ്ട് വരും. ആ ഒരു സമയത്ത് ദൈവം പറയുന്നത്, ഇത്ര വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാനില്ലേ കൂടെ, ദൈവം ഉണ്ടല്ല. ഒരു കാര്യം ചെയ്യുമ്പം അതിനാണ് നമുക്ക് പ്രാർത്ഥന. ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് കർത്താവിനോട് പറയാം, കർത്താവ് ഞാൻ ഇത് ചെയ്യാൻ പോന്നു, അത് ബാക്കി കർത്താവിന്റെ കയ്യില. ആ ഒരു ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അങ്ങ് പോവുക ആണ് ദൈവം പറയുന്നത്. ഇത്ര വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഒരു കാര്യത്തെ പറ്റി ടെൻഷൻ അടിക്കണ്ട. നമ്മളുടെ ജീവിതം എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത്, എങ്ങനെയാണ് പോകേണ്ടത് എന്ന് കർത്താവിനെ ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ മാത്രം മതി. ഇവിടെ ടി.കെ. സൈമൺ സാർ എഴുതിയിരിക്കുന്നത്, അറിയുന്നല്ലോ ദൈവം അറിയുന്നല്ലോ, എൻ്റെ ഭാവിയാകെ നാഥൻ അറിയുന്നല്ലോ. വളരെ ഭംഗിയായിട്ടാണ് അദ്ദേഹം ഈ ഒരു പാട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. നാളെ എന്ത് നടക്കും ഞാൻ അറിയുന്നില്ല, നീളെ എന്നെ കരുതുന്നോൻ അറിഞ്ഞിടുന്നു, കാലം അതീതനാൻ അവനാകിയാൽ ആകുലത്തിന് അവകാശം എനിക്കുന്നില്ല. അപ്പൊ ഇവിടെ ടി.കെ. സൈമൺ സാർ പറയുന്നത്, എൻ്റെ ഭാവി, നമ്മുടെ എല്ലാവരുടെയും ഭാവി കർത്താവാണ് അറിയുന്നത്. നാളെ എന്തുടുക്കും, എന്ത് തിന്നും, എന്ത് ചെയ്യും എന്നതിനെ പറ്റി വിചാരപ്പെടേണ്ട ഒരു ആവശ്യവുമില്ല. അതിന് ആവശ്യമില്ല. കാരണം നാളെ എന്താണെന്നുള്ളത് ദൈവമാണ് തീരുമാനിക്കുന്നത്, കർത്താവാണ് തീരുമാനിക്കുന്നത്. നാളെ ഒരു ദിവസം തരണോ വേണ്ടായോ എന്നുള്ളത് കർത്താവാണ് തീരുമാനിക്കുന്നത്. അപ്പൊ അത്ര കണ്ട് വറി ചെയ്യേണ്ട കാര്യമില്ല നാളെ എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പൊ ഈ ഒരു ദിവസവും കർത്താവ് മുന്നോട്ട് പോകുവാനായിട്ട് സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.